എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഡോക്ടർ ജേക്കബ് മാത്യു കറുപ്പിച്ച പെന്തക്കോസ്തുകാരുടെ യേശുവിനെ വേറിട്ട ചിന്ത ഡേവിഡ് അടിമാലി വെളുപ്പിക്കുവാൻ കഴിയുമോ? പെന്തക്കോസ്ത് വിഭാഗത്തിലെ പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് ഇതര ഭജന പഠന വിദ്യാർത്ഥികൾക്കോ ജേക്കബ് മാത്യു എന്നുള്ള വ്യക്തിയെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം വലിയൊരു ബൈബിൾ കോളേജിൻ്റെ സ്ഥാപകനും നടത്തിപ്പുകാരനും അതിൻ്റെ അധ്യാപകനും പ്രിൻസിപ്പാളും രക്ഷാധികാരിയും എന്തൊക്കെയാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച സാജു തോമസ് യു പി ഗോസ്പൽ TV എന്നൊരു ചാനൽ വഴി അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വലിയൊരു സാക്ഷ്യം പറയുകയുണ്ടായി. 100 വർഷമായി പെന്തക്കോസ്ത് നിലനിൽക്കുന്ന വലിയ ഒരു ദുരുപദേശമാണ് തൃത്വം. ദൈവം 3 ആണ് എന്ന് പറയുന്ന ഒരു തത്വം, അതാണ് തൃത്വം. പിതാവായ ദൈവമാണ്, പുത്രനായ യേശുക്രിസ്തു ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇങ്ങനെ 3 പേരും ദൈവമാണ് എന്നുള്ളൊരു സങ്കല്പത്തെ ഈ 2025 വർഷം ഒരാഴ്ച മുമ്പ് ആ അനേകം പേർക്ക് വചനം പഠിപ്പിച്ച ഒരു വചന അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പടക്കം പൊട്ടിച്ചിരിക്കുകയാണ്. യേശു ദൈവമല്ല എന്നുള്ളൊരു പടക്കം. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദമായി, ചർച്ചാ വിഷയമായി. യേശു ഒരിക്കലും ദൈവമാകില്ല, ദൈവത്തിൻ്റെ പുത്രൻ മാത്രമാണ്, ദൈവം ഏകനായ യഹോവ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനു പുറമെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു സവിശേഷതയാണ് യേശു ദൈവമാണെന്ന് ഒരിക്കലും യേശു പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാർ ആരും പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവം പറഞ്ഞിട്ടില്ല. അങ്ങനൊരു വചനം ബൈബിളിൽ ഇല്ല എന്ന് പറഞ്ഞ് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ അവരുടെ അഭിമാന ഉപദേശമായി കൊണ്ടുകടന്ന തൃത്വം എന്നുള്ള ഉഡായിപ്പിനെ ഒരു വചന അധ്യാപകൻ അനേകം പാസ്റ്റർമാരെയും അനേകം ഉപദേശിമാരെയും മലയാളിക്കും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും അനേകം പെന്തക്കോസ്ത് ഉപദേശിമാരെയും പാസ്റ്റർമാരെയും സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി, അവിടേക്ക് ഗുരുവായ ജേക്കബ് മാത്യു ഈ ഒരു പടക്കം പൊടിച്ചതുകൂടി പെന്തക്കോസ്തിൽ അനേകം സംഭവം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പലരും ജേക്കബ് മാത്യുവിനെ അനുകൂലിച്ചുകൊണ്ടും പലരും പ്രതികൂലിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമായതും ഏറ്റവും കൗതുകപരമായും ഏറ്റവും കോമഡിയായിട്ടും എനിക്ക് തോന്നിയത് വേറിട്ട ചിന്തകൾ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഡേവിഡ് അടിമാലി എന്നുള്ള ഒരു സഹോദരനെ പറ്റിയാണ്. ഞാൻ ആ സഹോദരനെ പറ്റിയുള്ള വീഡിയോയിൽ അനേകം ചെയ്തിട്ടുണ്ട്. ഇതും ഒന്ന് ചെയ്യണമെന്ന് തോന്നുന്നത് മാത്രമല്ല, അത് അനിവാര്യമായ ഒരു ഘടകമാണ്. അദ്ദേഹം പെന്തക്കോസ്തുകാരുടെ യേശു, അങ്ങനെ ഒരു യേശുവാണ് പെന്തക്കോസ്തുകാരുടെ ബൈബിളിൽ പറയുന്ന ദൈവദാസനായ, ദൈവത്തിൻ്റെ ദൂതനായ, ദൈവത്തിൻ്റെ പ്രവാചകനായ, ദൈവത്തിൻ്റെ ഇടയനായ, ദൈവത്തിൻ്റെ അപ്പോസ്തലനായ, ദൈവത്തിൻ്റെ ഉപദേശകനായ, ഇതെല്ലാമായ യേശുവിനെ പെന്തക്കോസ്തുകാർ 100 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമാണെന്നാണ്. 3 ദൈവങ്ങളിൽ ഒരു ദൈവമാണെന്നാണ്. ആ ഒരു സങ്കല്പത്തെയാണ് ജേക്കബ് മാത്യു എന്നുള്ള ബ്രദർ പൊളിച്ച് അടുക്കിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ആദ്യം അഭിനന്ദനം അറിയിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഡേവിഡ് അടിമാലിയുടെ വെളുപ്പിക്കലേക്ക് കടന്നു ചെല്ലാം. യേശു സ്വയം ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ ജേക്കബ് മാത്യു ബൈബിൾ വായിച്ച് പരിചയമില്ല, അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാർ യേശുവിനെ ദൈവമെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ബൈബിൾ വായിച്ച് പരിചയമില്ല, അല്ലെങ്കിൽ
പിതാവായ ദൈവം തന്നെ യേശുവിനെ ദൈവം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ജേക്കബ് മാത്യു സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേക്കബ് മാത്യു സാറ് ബൈബിൾ വായിച്ച് പരിചയമില്ല. ഇദ്ദേഹം മാത്രമാണ് ബൈബിൾ വായിച്ച് പരിചയമുള്ളത്. ബൈബിൾ വായിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം മാത്രമാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അത് അദ്ദേഹം ആദ്യം പറയുന്ന അതിനുള്ള തെളിവായിട്ട്, അതായത് യേശു ദൈവമല്ല എന്ന് പറഞ്ഞ ജേക്കബ് മാത്യുവിൻ്റെ മറുപടിക്ക് യേശു ദൈവമാണ് എന്ന് തെളിയിക്കുവാൻ അത് ആദ്യം അദ്ദേഹം പറയുന്നത്, പത്രോസ് ഒരിക്കൽ യേശു ക്രിസ്തുവിനോട് യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും നീ ക്രിസ്തു എന്ന് ആരോട് പറയരുത്, അത് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കണം എന്ന് പറഞ്ഞു. മറ്റൊരിടത്ത് യേശു ഒരു ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഭൂതം യേശുവിനെ നോക്കി നീ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. ആ ഭൂതത്തോടും യേശു ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്, ഞാൻ ക്രിസ്തുവാണെന്നുള്ള കാര്യം നീ ആരോടും പറയരുത് എന്ന് പറയും. രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അത് യേശു ദൈവമാണെന്ന് മറ്റുള്ളവരെ അറിയാതിരിക്കുവാൻ യേശു പറഞ്ഞ ഒരു രീതി എന്നാണ് ദേവാശപ്പെടുന്നത്. അത് ഞാനൊരു ഉപമയായിട്ട് പറയുന്നുണ്ട്. ഒരു വില്ലേജ് ഓഫീസർ ഒരു 10 ദിവസത്തെ അവധിയെടുത്ത് സർക്കാർ ലീവ് എഴുതി കൊടുത്തിട്ട് പുറത്തു പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കുറേ ആൾക്കാർ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട കുറേ സർട്ടിഫിക്കറ്റുകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത വീട്ടിൽ നിന്ന് അദ്ദേഹം സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുവാൻ കഴിയുമോ? സർവീസിൽ നിന്ന് 10 ദിവസത്തെ അവധിയെടുത്ത് പുറത്തുപോയ ഒരാൾക്ക് വില്ലേജ് ഓഫീസർ എന്ന നിലയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തോട് സമത്വമുണ്ടായിരുന്ന സമദൈവമായിരുന്ന യേശു മനുഷ്യനായി ഭൂമിയിൽ വന്ന് 33 വർഷം ജീവിച്ചു. ആ 33 വർഷം യേശു ദൈവമല്ലായിരുന്നു, വെറും മനുഷ്യനായി വന്നതാണ്. അതുകൊണ്ട് യേശു സ്വയം ദൈവമാണ് എന്ന് തെളിയിക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് യേശുവിൻ്റെ പക്കൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡേവിഡ് അടിമാലി ബ്രദറിന് ക്രിസ്തു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. കാരണം ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള മനുഷ്യനെയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തു എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിനെ ദൈവമെന്ന് പുള്ളി അങ്ങ് സ്വയം വ്യാഖ്യാനിച്ച് സ്വയം പണ്ഡിതൻ ചമയുകയാണ്. ഇത് ശുദ്ധ വിവരമില്ലായ്മയാണ്. ഒരു വചനസത്യം പുറത്തു പറഞ്ഞ ഒരു ദൈവദാസനെ പരസ്യമായി അവഹേളിക്കുകയും പരസ്യമായി അപമാനിക്കുകയും പരസ്യമായി ദൈവവചനത്തെ തള്ളിപ്പറയുകയും ദൈവവചനത്തെ ദുരുപദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ ഡേവിഡ് അടിമാലി സോഷ്യൽ മീഡിയ എന്ന പൊതു മാധ്യമത്തിൽ കൂടി. തിരുവഴുത്തിൽ യേശുവിനെ പറ്റി മനുഷ്യപുത്രൻ എന്നും ദൈവപുത്രൻ എന്നും രണ്ടായി പറഞ്ഞിരിക്കുന്നു. അത് രണ്ടും രണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ദൈവപുത്രൻ എന്താണെന്നോ ദൈവത്തിന് അറിയില്ല. ഇതെല്ലാം ഒന്ന് തന്നെ. ദൈവത്തിൻ്റെ പുത്രൻ, അല്ലെങ്കിൽ അത്യുന്നതൻ്റെ പുത്രൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൈന്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം, അല്ലെങ്കിൽ ദൈവ മക്കൾ, ഇതെല്ലാം പറയണതും ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നതും മനുഷ്യപുത്രൻ എന്ന് പറയുന്നതും എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന മനുഷ്യരെയാണ് ദൈവത്തിൻ്റെ പുത്രൻ, അത്യുന്നതൻ്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്നൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം പോലും ഈ അടിമാലി ഡേവിഡിന് ഇല്ല. അദ്ദേഹം എന്തൊക്കെയോ ജൽപ്പനങ്ങൾ വിളിച്ചു പറഞ്ഞ് സ്വയം പണ്ഡിതനാവാൻ വേണ്ടി ഒരു വചനസത്യം വിളിച്ചു പറഞ്ഞ ഈ മനുഷ്യനെ അവഹേളിക്കുവാൻ വേണ്ടി സ്വന്തം പലട കുത്തിച്ച് പെന്തക്കോസുകാരെ മൊത്തവും നാറ്റിക്കുന്ന ഒരു പ്രവണതയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിരിക്കൊണ്ടിരിക്കുന്നത്. പാപത്തെ മോചിക്കാനുള്ള യേശുവിൻ്റെ കഴിവ് മാത്രം മതി യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ എന്നാണ് അടുത്ത് പറയുന്നത്. അനേക ഭാഗങ്ങളിൽ യേശു പാപങ്ങളെ മോചിപ്പിച്ച് അനേകം മനുഷ്യരുടെ പാപങ്ങൾ മോചിച്ചു എന്നും, അല്ലെങ്കിൽ യേശു പോയതിനു ശേഷം ലേഖനങ്ങളിൽ കൂടിയും യേശു പാപം മോചിക്കുന്നവനാണെന്നും ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് യേശു ദൈവമാണെന്ന് തെളിയിക്കുവാൻ കഴിയും. കാരണം ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിയൂ എന്നാണ് അടുത്ത് അടിമാലി ബ്രദർ പറഞ്ഞിരിക്കുന്നത്. അതും എങ്ങനെ ശരിയാവും ബ്രദറെ? ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇപ്പൊ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു ദൈവത്തിൻ്റെ പുത്രന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പുത്രന്
അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു അഭിഷിക്തന് അധികാരം ഉണ്ട് എന്ന് പുതിയ നിയമം യേശുവിൽ കൂടി പറയുന്നു. എങ്കിൽ പിന്നെ അപ്പോസ്തലന്മാർ അനേകം പേരുടെ പാപങ്ങളെ മോചിപ്പിച്ചു, സ്നാനപ്പെടുത്തി. അപ്പൊ അവരും ദൈവമാണോ? ഇന്ന് അനേകം നിങ്ങളുടെയൊക്കെ പല സഭകളിലും സ്നാനം ചെയ്ത് പാപങ്ങൾ മോചിപ്പിക്കുന്നു. അത് ശരിയാവണ്ണം സ്നാനമല്ല നടത്തുന്നത്, അത് വേറെ, അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അവര് പാപങ്ങൾ മോചിപ്പിക്കുന്നില്ലേ? അപ്പൊ അവരൊക്കെ ദൈവമാണോ? ഒരാളെ സ്നാനപ്പെടുത്തുന്നവർക്ക് ദൈവമാണോ? ആദ്യം അടിമാലി ബ്രദർ, നിങ്ങൾ ആദ്യം വചനം എന്താണെന്ന് പഠിക്കും. ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങൾ മോചിപ്പിക്കുവാൻ ദൈവപുത്രന്, മനുഷ്യപുത്രന് അധികാരം ഉണ്ട്. പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു അഭിഷിക്തന്റെ കീഴിൽ സ്നാനപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ പാപം മോചിക്കപ്പെടും എന്ന് ആദ്യമായി പറഞ്ഞത് ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാനാണ്. യോഹന്നാനാണ് ആദ്യമായി സുവിശേഷം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് ലോകത്തെ ആദ്യമായി അറിയിച്ചത് യോഹന്നാനാണ്. യോഹന്നാൻ ജയിലിലാവുകയും പിന്നീട് രക്തസാക്ഷിയാവുകയും ചെയ്തതിന് ശേഷമാണ് യോഹന്നാന്റെ ശിഷ്യന്മാരും യേശുവും തുടർന്നുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും പാപമോചന സ്നാനവും ഇസ്രായേൽ ലോകത്ത് നടപ്പിലാക്കിയത്. ആ പാപമോചനം എല്ലാം ഇസ്രായേൽ മാത്രമായിരുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിലല്ല. സ്നാനവും സുവിശേഷവും ഇസ്രായേൽ നിന്ന് പുറത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയത് മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തിൽ 19 ഭാഗ്യത്തിൽ യേശു അവസാനമായി സ്വർഗാരോഹണൻ മുമ്പ് ശിഷ്യന്മാരോട് കൽപ്പിച്ചതിനാകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്നുള്ളൊരു അധികാരം കൊടുത്തത് എനിക്കായിരുന്നു, ആ അധികാരം നിങ്ങൾക്കും തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. അപ്പൊ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം യോഹന്നാനുണ്ടായിരുന്നു, യോഹന്നാന്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ആ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച യേശുവും യോഹന്റെ ശിഷ്യനായിട്ട് വരും. ആ യേശുവിനും ആ അധികാരമുണ്ട്. യേശുവിന്റെ വചനങ്ങൾ അനുസരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. അപ്പൊ ആ എല്ലാ അഭിഷിക്തന്മാർക്കും ഭൂമിയിലെ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരമുണ്ട്, യേശുവിന് മാത്രമല്ല. അപ്പൊ യോഹന്നാനിലെ പാപം മോചിക്കാനുള്ള അധികാരം ആദ്യമായിട്ട് ഭൂമിയിൽ നടപ്പിലാക്കി. അപ്പൊ യോഹന്നാൻ ദൈവമാണോ? അടിമാലി ബ്രദറെ. അടുത്ത യേശു കാറ്റിനെ ശാസിച്ചപ്പോൾ കാറ്റ് നിന്നു. അത് കണ്ട് അതിശയത്തോടെ നോക്കി നിന്ന ശിഷ്യന്മാർ ഇവൻ ആർ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു ഒന്നും മറുപടി നൽകിയില്ല. അപ്പൊ കാറ്റിനെ ശാസിക്കുവാനും മറ്റ് വീര്യപ്രവൃത്തികൾ ചെയ്യാനും കഴിയുന്നവൻ ദൈവത്തിന് മാത്രമാണ് എന്നാണ് അടിമാലി ബ്രദറിന്റെ അടുത്ത കോമഡി. യേശുവിന് മുമ്പ് അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നു. മോശയെ തുടങ്ങി അനേകം പ്രവാചകന്മാർ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ അനേകം പ്രവാചകന്മാർ ഉയർത്തിയിട്ടുണ്ട്, യേശു ഉയർത്തിയിട്ടുണ്ട്. യേശുവിന് ശേഷം അപ്പോസ്തലന്മാരും മരിച്ച ആളെ ഉയർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവരല്ല പ്രവർത്തിക്കുന്ന, അവരിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്ന പറ്റി യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്നിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് യേശു തന്നെ പറയുന്നു. അപ്പൊ യേശു പറഞ്ഞു, എനിക്ക് സ്വതവേ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, അതായത് പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിൽ ഉള്ളതുകൊണ്ട് പിതാവ് ചെയ്യുന്നു. അതുപോലെ ഞാൻ സ്വതവേ ഒന്നും പറയുന്നു. യേശു പറഞ്ഞ ഒരു വചനങ്ങളും സ്വന്തമല്ല, എല്ലാം പിതാവായ ദൈവം ഇന്ന് ലോകത്തോട് പറയുവാൻ കൽപ്പിച്ച വചനങ്ങളാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെതായിട്ട് സ്വന്തമായി ഒരു വചനവുമില്ല, എല്ലാം പിതാവ് പഠിപ്പിച്ച അല്ലെങ്കിൽ പിതാവ് പറയാൻ പഠിപ്പിച്ച വചനങ്ങൾ മാത്രമാണ് യേശു നിത്യജീവന്റെ വചനമായി പറഞ്ഞത്. യേശുവിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് നിത്യജീവൻ അല്ലെങ്കിൽ നിത്യമായി ജീവൻ ലഭിക്കുന്നത്, നിത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അടുത്ത് പറഞ്ഞത് യോഹന്നാൻ 20:28 പറയുന്ന സംഭവം. അത് മിക്ക യേശുനാമ ദുരുപദേശകന്മാർ പറയുന്ന ഒരു തള്ളാണ്. ഈ യോഹന്നാൻ 20:28 തോമസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ യേശുവിനെ നോക്കി ദൈവമേ എന്ന് വിളിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ ആരും യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചതായിട്ട് രേഖയില്ല എന്ന ജേക്കബ് മാത്യുവിൻ്റെ തള്ള് പൊളിയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡേവിഡ് അടിമാലി പറയുകയാണ്, അങ്ങനെ തോമസ് യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചു
എന്ന് പറയുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒരു 6-7 മാസം മുമ്പ് ഇദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, മലയാളം ബൈബിളിൽ അനേകം വിവർത്തന പിശകുകളുണ്ട്, അനേകം തെറ്റുകളുണ്ട്. അതിലെ ഏറ്റവും വലിയ തെളിവാണ് ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതായത് ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന്. ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, വിവർത്തനം ചെയ്തിരിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ സ്വർഗങ്ങൾ എന്നല്ല അർത്ഥം. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ, സ്വർഗീയ സൃഷ്ടികൾ. ദൈവം ഭൂമിയെ ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്വർഗീയ സൃഷ്ടികളായി സൃഷ്ടിച്ചതായി പറയുന്ന 4 സൃഷ്ടികളെ പറ്റി തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. 1 ദൂതന്മാർ, 2 മാലാഖമാർ, 3 കെരൂബുകൾ, 4 സാറാവത്തുകൾ. ഇവരാണ് സ്വർഗീയ ജീവികൾ, സ്വർഗീയ സൃഷ്ടികൾ, അല്ലെങ്കിൽ ഹെവൻസ്. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിന്റെ ആദ്യ പുസ്തകത്തിൽ എഴുതിയ ആദ്യത്തെ വാക്കാണ്. അത് മലയാളത്തിൽ തർജ്ജമ തെറ്റാണ്. തെറ്റ് സമ്മതിക്കണം. ആകാശം എന്നുള്ളതിനർത്ഥം സ്കൈ എന്നാണ് ഇംഗ്ലീഷിൽ. ഒരിക്കലും ഹെവൻസ് എന്ന് വരില്ല. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ജീവികൾ. ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ. അതുപോലെ ഹെവൻസ് എന്ന് പറയുമ്പോൾ ഹെവൻസിലുള്ള ആൾക്കാർ. അത് ഹെവൻസിലുള്ള ആൾക്കാർ ദൈവവും ഈ പറഞ്ഞ മാലാഹയും കെരൂബും സാറാപത്തും ദൂതന്മാരും മാത്രമാണ്. അതുപോലെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ യോഹന്നാൻ എഴുതിയ 20-28 പറഞ്ഞത് അതുപോലെയാണ്. ഇവിടെ തോമസ് യേശുവിനെ നോക്കി ദൈവമേ എന്നല്ല വിളിച്ചത്, ദേവനെ എന്നാണ് വിളിച്ചത്. ഇംഗ്ലീഷിൽ ഗോഡ് എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്, ദൈവമെന്നും ദേവനെന്നും. ഈ ദേവൻ എന്നുള്ള വാക്കിന് പരിഭാഷക്കാരെല്ലാം ദൈവം എന്ന് എഴുതി ചേർത്തു. അതാണ് ഈ ഒരു തർക്കങ്ങൾക്കും ഈ ദുരുപദേശകരായ യേശുനാമക്കാരൊക്കെ എടുത്തിട്ട് അലക്കുന്നത്. അവർ ദുർവിനിയോഗം ചെയ്യുന്നത് ഈ വാക്കാണ്. അവിടെ മൈ ഗോഡ് എന്ന് കൊടുത്തുന്ന എൻ്റെ ദേവനെ എന്നാണ് അവിടെ വിളിച്ചത്. യേശുവിനെ വിളിച്ചത് ദൈവമേ എന്നല്ല, ദേവനെ എന്നാണ് വിളിച്ചത്. ദേവൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നുള്ളത് ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് അർത്ഥം. അത് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും അത്യുന്നതന്റെ പുത്രന്മാരാണ് എന്നും പറയുന്നു. ആ വാക്യം എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ പണ്ട് ഇസ്രായേൽ ജനത്തെ ദേവന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇസ്രായേൽ പൗരന് മക്കളില്ലാതെ ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആ മരിച്ചുപോയ സഹോദരൻ്റെ അനുജൻ വിവാഹം ചെയ്ത് അതിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം എന്ന് പറയുന്നു. അതിനെ ദേവര ധർമ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവന്മാരുടെ ധർമ്മത്തെയാണ് ദേവരധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ ജനത്തെ ദേവന്മാർ എന്ന് വിളിക്കാമെങ്കിൽ എന്തുകൊണ്ട് യേശുവിനെ ദേവന്മാർ എന്ന് വിളിച്ചുകൂടാ? പഴയ നിയമ അനേക പ്രവാചക പുസ്തകങ്ങളിലും പുതിയ നിയമത്തിൽ എല്ലാ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെ ദേവപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? അവിടെ ദൈവമേ എന്ന് വന്നത് അവിടെ പരിഭാഷാ മിസ്റ്റേക്കാണ്. ഒരിക്കലും തോമസ് യേശുവിനെ ദൈവമേ എന്ന് വിളിക്കില്ല. കാരണം ന്യായപ്രമാണത്തിലെ 1-ാമത്തെ കൽപ്പനയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് യഹോവയുടെ കൽപ്പന. ആ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഒരിക്കലും തോമസിന് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ കഴിയില്ല. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, എനിക്ക് മുമ്പേ ഒരു ദൈവവുമില്ല, എനിക്ക് ശേഷവും ഒരു ദൈവവും ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറയും. മാത്രമല്ല പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലും അനേകം ഭാഗങ്ങളിൽ ദൈവം ഏകൻ 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഏകനാണ് എന്ന് തിരുവെഴുത്തിൽ എല്ലാ ഭാഗങ്ങളിലും പറയുമ്പോൾ ഇവിടെ തോമസ്, യേശുവിൻ്റെ ശിഷ്യനായ തോമസ് എന്തുകൊണ്ട് യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചു ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും ഡേവിഡ് അടിമാലിൽ നിങ്ങൾക്കില്ലേ? യഹോവ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല എന്ന് ന്യായപ്രമാണത്തിലെ 1-ാമത്തെ കൽപ്പന ഇരിക്കുമ്പോൾ യേശു അത് അങ്ങനെ അല്ല എന്ന് പഠിപ്പിക്കുമോ? എങ്കിൽ യേശു ദൈവദാസനാകുമോ? പിന്നെ അടുത്ത അദ്ദേഹം പറഞ്ഞത് ബർന്നബാസും പൗലോസും അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന വചനപ്രകാരം അവിടുത്തെ ജനങ്ങൾ അവരോട് ബഹുമാനം തോന്നി അവരെ പുഷ്പാർച്ചന നടത്തിയപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ വെറും മനുഷ്യരാണ്, നിങ്ങൾ ദൈവത്തെ പോലെ കാണരുതേ എന്ന് അപേക്ഷിച്ചു. അതുപോലെ തന്നെ യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ യോഹന്നാൻ കണ്ട ദർശനത്തിൽ ദൂതനെ കണ്ട് ഭയപ്പെട്ട് അവനെ നമസ്കരിച്ചപ്പോൾ ദൂതൻ പറയുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കുള്ള സഹഭൃത്യനാണ് ഞാൻ, അതുകൊണ്ട് എന്നെ നമസ്കരിക്കരുതേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതനുണ്ടായ അനുഭവം അല്ലെങ്കിൽ ബർന്നബാസിനുണ്ടായ അല്ലെങ്കിൽ പൗലോസിനുണ്ടായ അനുഭവം എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനുണ്ടായില്ല? യേശു ക്രിസ്തുവിനെ ആരോ പൂമാലയിട്ടോ എന്തൊക്കെ ആദരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയൂടാ. കഴുതേരെ പുറത്ത് കയറി റോഡിൽ
ഈ ഇലകൾ വെട്ടിയിട്ടു ദാവീദ് പുത്ര ഹോസന്ന ഹോസന്ന എന്ന് പറഞ്ഞ കാര്യമാണോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? വേറെ തരത്തിൽ ആരെങ്കിലും യേശുവിനെ ദൈവത്തെ പോലെ കണ്ടു എന്നാണോ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ദാവീദ് പുത്രന് ഹോസന്ന ഹോസന്ന എന്ന് പറഞ്ഞത് ക്രിസ്തു ഇസ്രായേലിന്റെ രാജാവായി യേശു ക്രിസ്തുവിനെ, ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ രാജാവായി അഭിഷേകം ചെയ്ത ആ ഒരു ബഹുമാന പ്രകടനമാണ് കാണിച്ചത്. അതിന് യേശു എതിര് പറഞ്ഞില്ല. പക്ഷേ ബർന്നബാസും പൗലോസും യോഹന്നാൻ കണ്ട ദൂതനും രാജാവായിരുന്നു. ഇസ്രായേലിന്റെ രാജാവാണോ? യോഹന്നാൻ 17:5 പറയുന്ന വചനപ്രകാരം, ലോകം ഉണ്ടാവും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് മഹത്വപ്പെടുത്തണമേ എന്ന് യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിന് ലോകം ഉണ്ടാവും മുമ്പേ ഉള്ള മഹത്വം എന്നുള്ളത് യേശു ദൈവം ആണെന്നാണ് ഇദ്ദേഹം, ഈ അടിമാലി ബ്രദർ, അവകാശപ്പെടുന്നത്. അങ്ങനെ വചനമില്ല, പുള്ളി സ്വയം അങ്ങ് പറയുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 പറയുന്ന വാക്യമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു മഹത്വത്തെ പറ്റിയാണ്, ആദിയിൽ ലോകമുണ്ടാവും മുമ്പേ ഉള്ള മഹത്വം എന്നുള്ളതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന മഹത്വം. ആ വചനം നിങ്ങൾ കൂട്ടിക്കൊഴിച്ച് പറയുമ്പോൾ യേശു ദൈവമാണെന്നാണ് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. രണ്ടും എഴുതിയ യോഹന്നാനാണല്ലോ. അപ്പോൾ അതും അങ്ങനെയാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ഇത് ശുദ്ധ മണ്ടത്തരമാണ്. ഇത് ഈ യോഹന്നാൻ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതിൽ പറയുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നുള്ളത് യോഹന്നാൻ പറഞ്ഞ വാക്കല്ല. അത് യോഹന്നാൻ സ്നാപകൻ ഇസ്രായേൽ ജനത്തിനെ മാനസാന്തരപ്പെടുത്തുവാൻ പറഞ്ഞ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. യോഹന്നാൻ 1:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദൈവവും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ വചനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും ആ വചനം അനുസരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്രായേൽ ജനത്തെയും ആ വചനം എന്തെന്ന് അറിയാൻ കഴിയാത്ത ജാതികളെപ്പറ്റിയും ആ വചനം അനുസരിച്ച മനുഷ്യരെ ദൈവത്തിൻ്റെ പുത്രന്മാരായി വിളിക്കപ്പെട്ടു എന്നും പറയുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത് യോഹന്നാൻ എഴുതിയ ആൾ പറയുന്ന വാക്യമല്ല. അതും ശുദ്ധ മണ്ടത്തരമാണ് ഈ ഡേവിഡ് അടിമാലി ബ്രദർ പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യന്മാരാരും യേശു ദൈവമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ തോമസും യോഹന്നാനും ഇവിടെ യേശുവിനെ ദൈവമെന്ന് വിളിച്ചു കഴിഞ്ഞു. ഇനി വിളിക്കാനുള്ളത് പൗലോസ് മാത്രമാണ്. ആ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി അടുത്തൊരു വചനത്തിൽ കൂടി പുള്ളി പറയുകയാണ്. അത് അതിനേക്കാൾ വലിയ കോമഡിയാണ്. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, അതിൽ പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ടും എന്ന് തുടങ്ങുന്ന ഭാഗം വായിച്ചുകൊണ്ട് അവിടെ അപ്പോസ്തലനായ പൗലോസും പറയുകയാണ് മഹാദൈവം എന്ന്. ഗ്രേറ്റ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് മലയാളത്തിൽ തർജ്ജമപ്പെടുത്തിയപ്പോഴാണ് മഹാദൈവം എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ അല്ല വരുന്നത്. ഗ്രേറ്റ് ഗോഡ് എന്നാൽ മഹാദേവൻ എന്നാണ് അർത്ഥം. ദേവന്മാരിൽ മഹാനായവൻ, ദൈവപുത്രന്മാരിൽ മഹാനായവൻ. ഭൂമിയിൽ അനേകം ദൈവപുത്രന്മാരുണ്ട്. ദൈവവചനം അനുസരിക്കുന്ന, ദൈവത്തെ പ്രസാദിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. ആദാം ദൈവത്തിൻ്റെ പുത്രനായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ആദാം ദൈവകൽപ്പന ലംഘിച്ചു, ദൈവത്തിൻ്റെ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു. പകരം ആ ദൈവപുത്രസ്ഥാനം തിരികെ പിടിച്ചെടുക്കുന്നത്, ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് ആദാമിൻ്റെ 2 പുത്രന്മാരിൽ ഒരു പുത്രനായ ഹാബേലാണ്. ഹാബേലാണ് ഭൂമിയിൽ വെച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച ആദ്യത്തെ മനുഷ്യനെന്ന് തിരുവെഴുത്ത് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ഹാബേൽ സ്വന്തം സഹോദരനാൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായിട്ട് ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ആദ്യത്തെ മനുഷ്യനും കൂടിയാണ് ഹാബേൽ. ഹാബേൽ മരിച്ചിട്ടും ആ മരിച്ച ശവശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തം, നിലത്ത് വീണ മണ്ണ് ദൈവവുമായി ആശയവിനിമയം നടത്തി എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കുന്നതുകൊണ്ടാണ്. ആ രക്തത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് നിലവിളിച്ചു എന്നവിടെ പറയുന്നു.
ഇങ്ങനെ ഹാബേൽ തുടങ്ങി അനേകം ദൈവപുത്രന്മാർ ഭൂമിയിലുണ്ട്. അതിൽ ഒരാളാണ് യേശുക്രിസ്തു. എന്നാൽ ആ അനേകം ദൈവപുത്രന്മാരിൽ മഹാനായി മാറിയ ഒരേ ഒരു ദൈവപുത്രനാണ് യേശുക്രിസ്തു എന്ന് തിരുവെടുത്ത് പറയുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം മറ്റുള്ള ദൈവപുത്രന്മാരെക്കാൾ മുൻപിൽ സ്വർഗാരോഹണം ചെയ്തത് എന്ന് തിരുവെടുത്ത് പറയുന്നു. ഇവിടെ ഒരിക്കലും പൗലോസ് യേശുക്രിസ്തുവിനെ നോക്കി മഹാദേവ് എന്ന് പറയില്ല. പൗലോസ് താങ്കളെപ്പോലെ, അടിമാലി ബ്രദറെപ്പോലെ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തെപ്പോലെ 100 വർഷം മാത്രം ആയുസ്സുള്ള ഉപദേശമുള്ള പെന്തക്കോസ് സമൂഹത്തിനെ പോലെയുള്ള പൊട്ടനല്ല അപ്പോസ്തലനായ പൗലോസ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിജ്ഞാനത്തോടു കൂടി ബൈബിളിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ് പൗലോസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നേടിയ ഒരു ദൈവദാസനാണ്, ക്രിസ്തു ശിഷ്യനാണ്, ക്രിസ്ത്യാനിയാണ്. ഒരിക്കലും പൗലോസ് ഒന്നാം ന്യായ പ്രമാണം തെറ്റിക്കുന്ന തരത്തിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ള ഒന്നാം ന്യായ പ്രമാണ കൽപ്പന ലംഘിക്കുന്ന ഒരാൾക്കൊരിക്കലും ഇത്രയധികം ലേഖനങ്ങൾ സഭയ്ക്ക് എഴുതുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അവിടെ പൗലോസ് ഗ്രേറ്റ് ഗോഡ് എന്ന് പറഞ്ഞത് മഹാനായ ദേവൻ, മഹാദേവൻ എന്നാണ് അവിടെ അതിനർത്ഥം. പൗലോസ് വേറൊരു ഭാഗത്ത് റോമർക്കെഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് 2 പ്രാവശ്യം യേശുവിനെ ദൈവം എന്ന് വിളിച്ചു എന്നാണ് ഡേവിഡ് അടിമാലി ബ്രദർ പറയുന്നത്. ജേക്കബ് മാത്യു പറഞ്ഞത് തെറ്റാണെന്നാണ് ഇദ്ദേഹം വീണ്ടും വാദിച്ച് പറയുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരായ 3 പേർ യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചു എന്ന് പറയുന്നു. ഇതും തെറ്റാണ്. ഇവിടെ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ പറ്റിയല്ല. അത് തർജ്ജമ മിസ്റ്റേക്ക് അല്ല, അത് കറക്റ്റാണ്. അവിടെ പറയുന്നത് ന്യായപ്രമാണവും കൽപ്പനയും പ്രമാണവും ചട്ടങ്ങളും പിന്നെ ആരാധനയും ദൈവപുത്ര സ്ഥാനവും പ്രവാചകന്മാരും എന്തെല്ലാം അവരെന്നുള്ള ക്രിസ്തു പോലും ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ഉണ്ടാക്കി കൊടുത്തതാണ്. ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണവും പ്രമാണവും ചട്ടവും കൽപ്പനകളും ആരാധനയും ദൈവപുത്ര സ്ഥാനവും ക്രിസ്തുവും എല്ലാം സമ്മാനിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ പറ്റി അല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനത്തിലെങ്കിലും താങ്കൾ ചിന്തിക്കുക. അടുത്ത് യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായ പത്രോസ് യേശുവിനെ ദൈവമെന്ന് വിളിക്കുന്നു എന്ന് ആരോപിക്കുന്ന ഒരു ഭാഗം പറയുന്നു. 2 പത്രോസ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അത് ഉണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം, ആമേൻ. ഇവിടെ യേശുവിനെ പറ്റി ദൈവമൊന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹം വേറെന്തോ വാദിച്ചെടുക്കുവാൻ വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നു. തിരുവചനത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോ ദൂതനോ ദൈവം മഹത്വം കൊടുത്തിട്ടുണ്ടോ എന്നാണ് അത് ചോദിക്കുന്നത്. ഇവിടെ പത്രോസ് യേശുക്രിസ്തുവിനെ മഹത്വം അർപ്പിച്ച് യേശുക്രിസ്തുവിനെ ദൈവമാക്കി വിളിച്ചു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു അവകാശവാദമാണ്. അങ്ങനെ വചനം അതിലില്ല എങ്കിൽ അങ്ങനെ ന്യായമായി ചോദിക്കുകയാണ്. പത്രോസ് ആരെയും മഹത്വപ്പെടുത്തിയിട്ടില്ല, ഒരു ദൂതനെ മഹത്വപ്പെടുത്തിയിട്ടില്ല, ഒരു മനുഷ്യനെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തി? യേശു ദൈവമായതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. മഹത്വം, ഒരാൾക്ക് മഹത്വം കൊടുക്കുക, അല്ലെ ദൈവം യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്തിട്ടുണ്ട്. ലോകം ഉണ്ടാകും മുമ്പേ, ഭൂമി ഉണ്ടാകും മുമ്പേ, മനുഷ്യരുണ്ടാകും മുമ്പേ, പ്രപഞ്ചം ഉണ്ടാകും മുമ്പേ യേശുവിന് ദൈവം മഹത്വം കൊടുത്തിട്ടുണ്ട്. ആ മഹത്വം എന്താണെന്ന് ഈ ഡേവിഡ് അടിമാലി ബ്രദറിന് അറിയില്ല. അതറിയില്ല മാത്രം മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. മഹത്വം എന്നുള്ളത് വലിയവൻ, നീ മിടുക്കൻ, നീ ഒന്നാമൻ, നീ മഹാനായി എന്ന് ഒരാളെ വിളിക്കുന്നതിനെയാണ് മഹത്വം എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിയെ മഹാനാണെന്ന് വിധിക്കുന്ന ഒരാളില്ലേ, അപ്പോൾ ആ ആളിന് അവിടെ അതിന് തുല്യമാകുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജഡ്ജസ് വന്നിട്ട് ഒരാളെ മികച്ച ഒന്നാമനായി തിരഞ്ഞെടുത്തു. അപ്പോൾ ജഡ്ജസിനേക്കാളും വലിയ ആളാണോ ഈ മഹാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്? അല്ലെങ്കിൽ അതിന് തുല്യനായ ആളായി മാറുമോ? ജഡ്ജിക്ക് തുല്യനായ ആളായി മാറുമോ ഈ മഹാനായി തിരഞ്ഞെടുക്കുന്ന ആൾ? ഒന്ന് ന്യായമായി ചിന്തിച്ചു നോക്കും. അതാണ് മഹത്വം കൊടുക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു? യേശു ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണെന്ന് പറയുന്നു.
ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവം അവന് മഹത്വം കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെ ഈ യേശു ക്രിസ്തു. അന്ന് ക്രിസ്തുവല്ലായിരുന്നു, വേറെന്തോ സൃഷ്ടിയായിരുന്നു. സ്വർഗത്തിലെ സൃഷ്ടികളെന്ന് പറയുമ്പോൾ ദൂതന്മാർ, മാലാഖമാർ, കെരൂബുകൾ, ഇതിലാരെങ്കിലും ഒരാളായിരിക്കാം. പിന്നെ ആദ്യം മുതലേ മനുഷ്യരെ ഉപദേശിക്കുന്നവനെന്ന് യേശു ക്രിസ്തു സ്വയം പറയുന്നുണ്ട്. ആദ്യം മുതലേ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് ദൂതനായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ദൂത് മനുഷ്യരെത്തിക്കുന്നവരാണല്ലോ ദൂതൻ എന്ന് പറയുന്നത്. ദൈവത്തിനെ പോലെ സമനാണ് എന്ന് ചിന്തിച്ച് അരുണോദനായ പുത്രനായ ശുക്രൻ അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ അവനെ ഭൂമിയിലേക്ക് വെട്ടിയിട്ടു എന്നും അവരെ കൂടെ പോയ അനേക ദൂതന്മാരെ ദൈവം പാതാളത്തിൽ ചങ്ങലക്കിട്ടു എന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ ആ യേശു അരുണോദയ പുത്രനായ ശുക്രൻ്റെ കൂടെ പോയിട്ടില്ല. ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവവചനം മാത്രം അനുസരിച്ച് ജീവിച്ച ഒരു ദൂതനായിരിക്കാം യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവം അവനെ മഹാനാക്കി, അവന് മഹത്വം കൊടുത്തു. അതാണ് മഹത്വം, അല്ലാതെ വേറെ മഹത്വം ഒന്നും ഇവിടെ ഇല്ല. ഈ മഹത്വം എന്നുള്ളത് എന്താണെന്ന് ആദ്യം പഠിക്കണം. യേശു തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഒന്നാമതാവാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവർക്ക് ദാസനാകുക. അങ്ങനെ മറ്റുള്ളവർക്ക് ദാസനാകുന്നവരെയാണ് ദൈവം ഒന്നാമനാക്കുന്നത്, അല്ലെങ്കിൽ മഹാനാക്കി മാറ്റുന്നത്. യേശു പറയുന്നുണ്ടല്ലോ, യേശു ദൈവത്തിൻ്റെ പുത്രനായി വന്നിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു മനുഷ്യനായിട്ട് മാറിയിട്ട് പോലും ശിഷ്യന്മാർക്കും ഇസ്രായേൽ ജനത്തിനും ദാസന്മാരായി മാറി എന്ന് എഴുതി കാണുന്നു. അപ്പോൾ യേശു മറ്റുള്ളവർക്ക് രാജാവെന്നുള്ള സ്ഥാനം വെടിഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള സ്ഥാനം വെടിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനായി, സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യരായി, ഒരു അധികാരവും സ്ഥാപിക്കാതെ, ഒരു അവകാശവാദവും പറയാതെ, ദൈവവചനം എങ്ങനെ അവകാശവാദത്തോടെ പറയാം എന്നുള്ള കാര്യത്തിൽ മാത്രമേ യേശു അധികാരമരാമേ എടുത്തിട്ടുള്ളൂ. യേശുവിൻ്റെ ഉപദേശം കേട്ടിട്ടുള്ള പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, അവൻ അധികാരത്തോടെ സംസാരിക്കുന്നു. യേശുവിനെ പടയാളികൾ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയപ്പോൾ യേശു പറഞ്ഞു, ഞാൻ രാജാവാണ്, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള എന്നെ ഒന്നും ചെയ്യരുത് എന്ന് അങ്ങനെ പറഞ്ഞു. അവൻ കീഴ്പ്പെട്ടു, ആ പടയാളി കീഴ്പ്പെട്ടു, രാജാവിന് കീഴ്പ്പെട്ടു, ക്രൂശിൽ അടിച്ചേൽപ്പിക്കുന്ന റോമൻ പടയാളിക്ക് മുമ്പിൽ കീഴ്പ്പെട്ടു നിന്നു, എല്ലാവർക്കും ദാസനായി നിന്നു. അങ്ങനെ ദാസനായതുകൊണ്ടാണ് യേശു മഹാനായത്. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ യേശു അവർക്ക് മാതൃകയായി, മറ്റുള്ള എല്ലാവർക്കും ദാസനായി. അങ്ങനെയാണ് യേശു മഹത്വം ഉണ്ടായത്. ആ മഹത്വമാണ് പത്രോസ് അവിടെ മഹത്വമായി യേശുവിന് കൊടുത്തത്. പിതാവായ ദൈവം യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതിന് അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള വചനഭാഗം അദ്ദേഹം പറയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 1:8-9 വാക്യങ്ങളാണ്. അതായത് 2-ാം സങ്കീർത്തനത്തിലെ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് അവിടെ പറയുന്നത്. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ദൈവം പുത്രനെ ദൈവമേ എന്ന് വിളിച്ചു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കോമഡി. അത് സാധാരണ ഒരു കൊച്ചു പിള്ളേർക്കുണ്ടാവുന്ന കോമൺ സെൻസ് പോലും ഇദ്ദേഹത്തിന് ഇല്ല എന്ന് തോന്നുന്നു. ഒരു ദൈവം എങ്ങനെയാണ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നത്? ഡേവിഡ് അടിമാലിയുടെ അച്ഛൻ താങ്കളെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതും അങ്ങനെ പറയാം. താങ്കൾ തന്തയ്ക്ക് വിളിക്കുകയാണെന്ന് പറയൽ തെറ്റിദ്ധരിക്കല്ലേ. ഞാനൊരു ഉദാഹരണം പറയാണ്. ഈ ഒരു വചനത്തിന് അതിലേ ഉദാഹരണമുള്ളൂ. ഇപ്പോൾ താങ്കളുടെ അച്ഛൻ താങ്കളെ അച്ഛാന്ന് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിതാവായ ദൈവം ഒരിക്കലും പുത്രനെ നോക്കി ദൈവമേ എന്ന് വിളിക്കില്ല. അത്രയ്ക്ക് പൊട്ടനല്ല എന്നെയും ഈ വീഡിയോ കാണുന്ന സകല മനുഷ്യരെയും, ആ സകല മനുഷ്യർക്കുള്ള പ്രപഞ്ചങ്ങളെയും ഈ വചനത്തെയും എല്ലാം സൃഷ്ടിച്ച ദൈവം പെന്തക്കോസുകാരെ പോലുള്ള ഒരു പൊട്ടനല്ല. സ്വന്തം മകനെ കയറി അപ്പ എന്ന് വിളിക്കുന്ന ആളല്ല. വിശുദ്ധിയുടെ രാജാവായ, അദൃശ്യനായ, ആത്മാവായ, ആരും കാണാത്തവനായ യഹോവയായ ഏക ദൈവം. അത് അടിമാലി ബ്രദർ തിരിച്ചറിയുക. ദൈവപുത്രനെ ഒരിക്കലും ദൈവമേ എന്ന് വിളിക്കില്ല. പുത്രനെ വിളിക്കുന്ന വാക്കാണ് ദേവൻ. അവിടെയും ഈ പരിഭാഷ മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ഗോഡ് എന്നുള്ള വാക്ക് കൊടുത്തപ്പോൾ അത് ദൈവമേ എന്ന് ഈ പരിഭാഷക്കാരനെ എത്തിച്ചേർത്തു. അത് തെറ്റാണ്. അവിടെയാണ് തെറ്റ് സംഭവിച്ചത്. പുത്രനെ ദൈവം ദേവനെ എന്നാണ് വിളിക്കുന്നത്.
ആ വാക്കാണ് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. ആ വചനം കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് താഴോട്ട് വായിക്കണം. നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ കൂട്ടുകാർ എന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ ദൈവം ഈ സമമായിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അടിമാലി പറയും പോലെ പുത്രനായ യേശുവും ദൈവമാണെങ്കിൽ, ഇവിടെ നിന്റെ കൂട്ടുകാരെ പോലെ എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പൊ അനേക ദൈവന്മാർ വേറെ ഉണ്ടോ? നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കയാൽ, അതായത് ദൈവവചനം അനുസരിക്കയാൽ, ദൈവവചനം അനുസരിക്കുന്ന മനുഷ്യരെയാണല്ലോ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്നുള്ളത് നീതിയെ നമ്മൾ ചെയ്യുവാനും പാപത്തെ, തിന്മയെ, അല്ലെങ്കിൽ ഈ പറയും പോലെ ദുഷ്ടതയെ വെറുക്കുന്നവനുമാണ് ദൈവത്തിന്റെ പുത്രന്മാർ. കാരണം വചനം അനുസരിക്കുന്നവർക്ക് മാത്രമാണ് നീതിയെ എന്താണെന്നും ദുഷ്ടത എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നവനാണ് ദൈവവചനം അനുസരിക്കുന്നവൻ. ആ ദൈവവചനം അനുസരിക്കുന്നവനെയാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിന്റെ പുത്രനെയാണ് ദേവനെ എന്ന് വിളിച്ചത്, ദൈവമേ എന്നല്ല വിളിച്ചത്. അത് പരിഭാഷാ മിസ്റ്റേക്കാണ്. അപ്പൊ നിന്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞത് ആരാണ്? നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ അഭിഷേക തൈലം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിനു മുമ്പേ വചനത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ള ദൂതന്മാരെക്കാൾ അധികം നിന്നെ അഭിഷേക തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. എബ്രായർ 1:5 പറയുന്നു, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് എഴുതി കാണുന്നു എബ്രായർ 1:5. അപ്പോൾ എന്തിനാണ് യേശുവിനെ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് പാത്രമാക്കി തീർത്തത്? നാമം എന്നുള്ളത് വചനം. ആ വചനം മറ്റു ദൈവദൂതന്മാർക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടിയ വചനം, ഉയർന്ന വചനം, വിശിഷ്ടമായ വചനം ലോകത്തിന് നൽകുവാൻ ദൈവം ഏൽപ്പിച്ചു എന്ന് അവിടെ എഴുതി കാണുന്നു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രൻ എന്നും ദൂതന്മാരിൽ ആരോടും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നു. വീണ്ടും ദൂതന്മാരെ കാര്യത്തിൽ കൂട്ടിക്കുഴച്ചാണ് യേശുവിനെ പറ്റി പറയുന്നത്. ദൂതന്മാരെ ആരെയെങ്കിലും ദൈവം നിന്റെ പിതാവ് ഞാനാണെന്നും എൻ്റെ പുത്രൻ നീയാണെന്നും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു സ്നാപക യോഹന്നാന്റെ മാനസാന്തര സ്നാനം എന്ന പാപമോചന സ്നാനം സ്വീകരിച്ചപ്പോഴാണ് ദൈവം ആദ്യമായി യേശുവിനെ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് വിളിച്ചത്. അതുമായിട്ട് കൂട്ടി യോജിക്കുമ്പോൾ യേശു ഏതെങ്കിലും ദൂതനായിരുന്നോ? ദൂതന്മാർക്ക് കിട്ടാത്ത സൗഭാഗ്യം എങ്ങനെയാണ് യേശുവിന് കിട്ടി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചൂടെ? ഡേവിഡ് അടിമാലി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്ക്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, സത്യമായി പറയുന്ന കാര്യങ്ങളെ വെളുപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ കരിവാരി തേക്കുവാൻ, അങ്ങനെ ദുരുപദേശിക്കുവാൻ താങ്കൾ കാണിക്കുന്ന ഈ താല്പര്യം, ഇത്തരം കാര്യങ്ങൾ പോകാത്തത് എന്തുകൊണ്ട്? യേശുവിനെ ദൂതന്മാരെക്കാൾ കൂടിയ വിശിഷ്ടനാമം നൽകി മറ്റു ദൂതന്മാരെ വിളിക്കാത്ത പുത്രസ്ഥാനം, പുത്ര അല്ലെങ്കിൽ നിന്റെ പിതാവ് ഞാനാണ് എന്നുകൊണ്ട് മറ്റൊരു ദൂതന്മാരെ പറ്റി പറഞ്ഞില്ല. എന്തുകൊണ്ട് യേശുവിനെയും ദൂതന്മാരെയും കൂട്ടിയിണക്കി ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് താങ്കൾക്ക് ഒരു വീഡിയോ ഇട്ടൂടെ? ആരും പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വ്യത്യസ്തനാവും. നിങ്ങൾ വേറിട്ട ഒരു വീഡിയോക്കാരനായി മാറും, അല്ല വേറിട്ട ഒരു യൂട്യൂബ് ചാനലുകാരനായി മാറും. നിങ്ങളെ ആരും പണമുണ്ടാക്കുവാൻ വേണ്ടി വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ആളാവാൻ വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്നും ആരും ചോദിക്കില്ല. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ യുക്തിയുണ്ടാവും. അത്തരം കാര്യങ്ങളിലേക്ക് എന്തിനാണ് സത്യം വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനെ അപമാനിക്കുവാൻ വേണ്ടി? ആ മനുഷ്യനെ നിങ്ങൾ അപമാനിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് അപമാനിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തെയാണ് അപമാനിക്കുന്നത്, ദൈവദാസന്മാരെയാണ് താങ്കൾ അപമാനിക്കുന്നത്. വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.